പി ജയരാജനെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ പരോക്ഷ വിമർശനവുമായി മകൻ ജെയിൻ രാജ്. സ്വരാജിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയാണ് എതിർപ്പ് പ്രകടമാക്കിയത്. ഫെലിക്സ് വിശദാംശങ്ങളുമായി ചേരുന്നു. ഫെലിക്സ്, വലിയൊരു എതിർപ്പിലേക്ക്, പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയാണോ? കാരണം ഒരു ഭാഗത്ത് അനുകൂലിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒരുപാട് പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയാം, കണ്ണൂരിൽ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്, വലിയ ജനപിന്തുണയുള്ള ആളാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ, സൈബർ ഇടങ്ങളിലൂടെ വലിയ പിന്തുണ നേരത്തെ തന്നെ ലഭ്യമായിട്ടുള്ള ഒരാളുമാണ്. മോത്തി പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം, അതായത് പ്രത്യേകിച്ച് പി ജയരാജനെ അനുകൂലിക്കുന്നവർ, ഒപ്പം പി ജയരാജൻ്റെ മകൻ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, വാട്സപ്പ് സ്റ്റാറ്റസും ഇട്ടിട്ടുണ്ട്. ആ വാട്സപ്പ് സ്റ്റാറ്റസ് അതായത് ഒരു പരോക്ഷമായൊരു വിമർശനമാണ്, നേരിട്ടുള്ളതല്ല. സ്വരാജിൻ്റെ പഴയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ജെയിൻ രാജ് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളത്. അതായത് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുവോ എന്നതാണ് ഇന്നലെ രാത്രി 7 മണിക്ക് ഇട്ട ആ വാട്സപ്പ് സ്റ്റാറ്റസിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഫേസ്ബുക്കിലൊരു സ്റ്റാറ്റസും ജെയിൻ രാജ് ഇട്ടിട്ടുണ്ട്. അത് ന്യൂസിലാൻഡ് താരം കെയ്ൻ വില്യംസിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ്. അതായത് കെയ്ൻ വില്യംസൺ ഒരു കാലത്ത് ന്യൂസിലാൻഡിൻ്റെ നായകനായിരുന്നു. ന്യൂസിലാൻഡിനെ ഒരുപാട് മത്സരങ്ങളിൽ നയിച്ച വ്യക്തിയാണ്. പക്ഷേ ന്യൂസിലാൻഡിന് ഫൈനലിൽ കയറാൻ കഴിഞ്ഞില്ല. ഒരു കിരീടം കെയ്ൻ വില്യംസിന് ഉണ്ടായില്ല. നമുക്കറിയാം, ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയുമായി കളിച്ച് തോക്കുകയാണ് ഉണ്ടായത് ന്യൂസിലാൻഡ്. അപ്പോൾ കെയ്ൻ വില്യംസിൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഈ പറയുന്ന പി ജയരാജനുമായി താരതമ്യം ചെയ്യുമ്പോൾ, അതായത് പി ജയരാജന് ഇനി സംസ്ഥാന സെക്രട്ടറിക്ക് എത്താൻ കഴിയില്ല, അതേ ഒരു അവസ്ഥയാണ് ഈ കെയ്ൻ വില്യംസിനും എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ജെയിൻ രാജിൻ്റെ ഫേസ്ബുക്കിലെ ഈ സ്റ്റാറ്റസിലൂടെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുക. അതായത് പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. 72 വയസ്സ് പ്രായമുണ്ട്. കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവായിട്ട് കൂടി അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പല കാര്യങ്ങളുണ്ട്. അതിലേതായാലും സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ പി ജയരാജനെ പിന്തുണച്ചുകൊണ്ട് സൈബർ സഹാക്കൾ ഏതെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ട്. ആ പി ജയരാജൻ്റെ ഫോട്ടോകളും അദ്ദേഹത്തിൻ്റെ വീഡിയോകളും ഒക്കെ തന്നെ പോസ്റ്റുകളായി വരുന്നുണ്ട്. പക്ഷേ അതൊരു അതായത് കഴിഞ്ഞ തവണയും പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്ത സമയത്ത് സമാനമായ രീതിയിൽ പി ജയരാജൻ്റെ മകനടക്കം പ്രതികരണം നടത്തുകയൊക്കെ ചെയ്തതാണ് സോഷ്യൽ മീഡിയയിൽ. സമാനമായ രീതിയിൽ ഇത്തവണയും അത് ഉണ്ടാകുന്നു എന്നതാണ്. ഏതായാലും പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറിയിൽ എത്താൻ കഴിയില്ല. 3 വർഷം തികയുമ്പോൾ അദ്ദേഹത്തിന് 75 വയസ്സ് പ്രായമാകും. അതുകൊണ്ട് പി ജയരാജൻ ഇനി എന്താണ് പ്രതികരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി.